ഭൂരിഭാഗം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷത്തിൽ മാറുന്നതായിരിക്കും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം. വിദ്യയുടെ കാര്യം പറഞ്ഞതുപോലെ തൊഴിലിലും പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നതി ഉണ്ടാകുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്ത ചില ധനവരവ് ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂരുരുട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഈ വിഷുവർഷത്തിൽ അനുഭവിക്കാൻ പോകുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഉത്രട്ടാതിയെ സംബന്ധിച്ച് കുറേയൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത ചില ധനവരവ് ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നതി ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ, ഏത് തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ വേണോ ആവാം, സ്വമേധയാ ഉള്ള മംഗളകർമ്മങ്ങളാവാം, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന നല്ല മംഗളകർമ്മങ്ങളും ആകാം. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. വിവാഹത്തിന് ഏറെ നാളുകളായിട്ട് വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഉത്രട്ടാതി നക്ഷത്ര ജാതരാണെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വിവാഹത്തിന് തടസ്സങ്ങൾ നേരിടുന്ന ഒരു കാലയളവാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന ഒരു വർഷമാണ്. ശത്രുദോഷം കൊണ്ട് നിരവധി തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലയളവ് കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതരയെ സംബന്ധിച്ച് ഈ വിഷുവർഷ കാലം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്ര ജാതരയെ സംബന്ധിച്ച് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉന്നതി ഉണ്ടാകുന്ന കാലയളവാണ്. അത് ഉന്നതി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊരു ബ്ലോക്കേജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശ്രദ്ധക്കുറവ്, ഒരു അലക്ഷ്യത, ക്ഷീണം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കുറച്ച് നാൾ മുമ്പേ കടന്നു പോയതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉയർന്നു വരുവാൻ സാധിക്കുന്ന, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കുന്ന, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്ന, നല്ല ഗുരുക്കന്മാരെ ലഭിക്കുന്ന, നിങ്ങളുടെ പഠനത്തിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഈ വിഷു വർഷത്തിൽ ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായ കാലം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. കുടുംബപരമായ കുടുംബത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മംഗളകർമ്മങ്ങൾ നടക്കും. സമാധാനപരമായ അന്തരീക്ഷം കുടുംബത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ഈ വിഷു വർഷത്തിൽ ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള ഭൂരിഭാഗം ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സാധിക്കുന്നതാണ്. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം. വിദ്യയുടെ കാര്യം പറഞ്ഞതുപോലെ തൊഴിലിലും പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പുതിയ തൊഴിൽ സമ്പ്രദായങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുക. നിങ്ങളുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഈ ഇപ്പോൾ ഒരു തൊഴിൽ മേഖല സ്വയമേ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന വഴിയിൽ കൂടി പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള കുറേ കൺസെപ്റ്റുകൾ നിങ്ങൾക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിരുന്നു അതിന് പ്രശ്നമെന്നുണ്ടെങ്കിൽ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ ഈ വിഷു വർഷക്കാലത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിപ്പോഴേ ശ്രമിച്ചു തുടങ്ങുക. അതിന് ദൈവാധീനം കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശ്രേണികളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ, ഭൂരിഭാഗം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷത്തിൽ മാറുന്നതായിരിക്കും. എന്നാൽ ഇടയ്ക്ക് ഒരു ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും ഈ വിഷുവർഷകാലത്തിൽ ഉത്രട്ടാതി നക്ഷത്ര ജാതരുടെ ഒരു സാമ്പത്തിക ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഒരു 2 മാസക്കാലം കുറച്ച് സാമ്പത്തികം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 1-1.5 മാസക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ അത് ഉയർന്നു വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ സ്ഥിരതയോട് കൂടിയിട്ട് ഒരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ, മനസ്സിന് ഒരു ബലം കൊടുത്ത് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, തളർന്നു പോകാതെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഗ്രാഫ് നിങ്ങൾക്ക് സ്റ്റേബിളാക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാതെ
വളരെ ഉയർന്ന സ്ഥാനമാനങ്ങൾ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു സ്ഥാനമാനം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷക്കാലം ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്. കലാകാരന്മാരും കലാകാരികളുമായിട്ടുമുള്ള ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ചും എഴുത്ത്, നൃത്തം ഈ രണ്ട് മേഖലകളിൽ ഫോക്കസ് ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ശോഭിക്കാൻ കഴിയുന്ന അവസരങ്ങൾ വന്നു ചേരുകയും പുരസ്കാരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ ചുറ്റും ഒരു ആരാധനാ വൃന്ദം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. വിവാഹത്തിന് തടസ്സം നേരിടുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വിവാഹത്തിന് തടസ്സം നേരിടുമെന്നുള്ളത്, അതായത് ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാരായിരുന്നാലും സ്ത്രീജനങ്ങളായിരുന്നാലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വിവാഹത്തിന് തടസ്സം സൃഷ്ടിക്കാൻ നിരവധി പേര് ശ്രമിക്കും. അതാണ് സത്യാവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞ കുറേ കല്യാണ മുടക്കികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. ഏറെ നാളുകളായിട്ട് നിങ്ങൾ വിവാഹത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ പല വിവാഹങ്ങളും ചിലപ്പോൾ കൈവിട്ടു പോയത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ മൂലമായിരിക്കണം. ഉത്രട്ടാതി നക്ഷത്രത്തിന് പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ബന്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും കുടുംബത്തിൻ്റെ അകത്തുള്ളവരും കാണും, പുറത്തുള്ളവരും കാണും. ഇവരൊക്കെ ചേർന്നിട്ട് അതിനെന്തെങ്കിലും ഒരു പാര വച്ച് അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വർഷവും ആ ഒരു തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരാണ് എന്ന് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നതാണ് ശരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ കാരണം നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ശക്തി വർദ്ധിക്കുന്നത്. പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കുക, ക്ഷയിപ്പിക്കേണ്ടടുത്ത് ക്ഷയിപ്പിക്കുക, വളർത്തേണ്ടടുത്ത് വളർത്തുക. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിഡീവൽ തോട്ട് എന്ന് പറയുന്നത്, ഒരു മധ്യമാർഗം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. ആ ഒരു രീതിക്ക് നിങ്ങൾ പോവുക. അങ്ങനെ വേണം നമ്മൾ ജീവിതത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഉള്ളത്. പ്രണയ സംബന്ധമായി പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം ഉത്രട്ടാതിയെ സംബന്ധിച്ച്. വളരെ അടുത്ത ആത്മബന്ധമുള്ള, അതായത് കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് പരിചിതമാണ്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്കൊരു കൂടുതലായി നിങ്ങൾ സംസാരിക്കാനൊന്നും പോകാറില്ല, കാണാറുണ്ട്, ജസ്റ്റ് സംസാരിക്കാറുണ്ട്, പോകാറുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികൾക്കിടയിൽ പ്രണയങ്ങൾ ഉദ്ഭവിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷക്കാലം ഉത്രട്ടാതിയെ സംബന്ധിച്ച്. അതുപോലെ വ്യാവസായികപരമായി വ്യവസായത്തിന് അനുകൂലമായ വർഷമാണ് ഉത്രട്ടാതിയെ സംബന്ധിച്ച് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. ഈ മേടമാസം മുതൽ ഇനി അങ്ങോട്ടുള്ള 6 മാസക്കാലം വളരെ ഗുണകരമായ വിഷുവർഷമാണ് ഈ കാലയളവെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വ്യവസായങ്ങൾ വേണമെങ്കിലും ഈ കാലയളവിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാവുന്നതാണ്. അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വിഷുവർഷക്കാലത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായി പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാൻ, അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മകൾക്കോ പ്രശ്നങ്ങൾ, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടേതായ ആരോഗ്യം നിങ്ങൾ സ്റ്റേബിളായിട്ട് കുറേയൊക്കെ നല്ല രീതിയിൽ നോക്കി മുമ്പോട്ട് പോവുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ ആരോഗ്യസ്ഥിതിക്ക് ഒരു ശ്രദ്ധ കൊടുത്തു വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. എന്തെങ്കിലുമൊക്കെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായി വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനൊരു ശ്രദ്ധ എപ്പോഴും കീപ്പ് ചെയ്യുക. പൊതുവെ ഉത്രട്ടാതി നക്ഷത്രത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം ഗുണകരമായിട്ടുള്ള കുറേ ഫലങ്ങളും എന്നാൽ അതോടൊപ്പം കുറച്ച് സങ്കടകരമായിട്ടുള്ള കുറച്ച് അവസ്ഥാന്തരങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാർഷിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആദ്യത്തെ 5 മാസങ്ങൾക്കിടയിൽ ആരിൽ നിന്നെങ്കിലും ചതി പറ്റുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 5 മാസക്കാലം ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ നിങ്ങൾ ഏർപ്പെടാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദോഷപരിഹാരാർത്ഥം ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശിവൻ്റെ പ്രാർത്ഥന, അതിപ്പോൾ പ്രധാനമായിട്ടൊരു പ്രാർത്ഥന ഞാനിവിടെ പറയുകയാണ്. ഓം ശ്രീ ശിവായ മഹാരുദ്രായ നമഃ. ഓം ശ്രീ ശിവായ മഹാരുദ്രായ നമഃ. ഈ മന്ത്രം രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് 108 തവണ ജപിച്ച് ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ മുമ്പോട്ട് പോവുക. അതിൻ്റേതായ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ശയ്യഭാവം ശ്രീപത്മനാഭസ്വാമിയെ നന്നായിട്ട് ഭജിക്കുക. നരസിംഹമൂർത്തിയുടെ മന്ത്രം, ഉഗ്രം വീരം നരസിംഹം എന്നുള്ള മന്ത്രം പറ്റുന്ന സമയങ്ങളിലൊക്കെ പത്മനാഭസ്വാമി സന്നിധിയിലോ അല്ലെങ്കിൽ മറ്റെവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ത്രിസന്ധിക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ നരസിംഹമൂർത്തിയെ, ലക്ഷ്മി നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ ഒരു സംരക്ഷണ വലയം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതും വളരെയധികം ഗുണകരമായിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഭഗവാൻ ചേർത്ത് നിർത്തിയാൽ അതൊരു ചേർത്ത് നിർത്തലാണ്. ഏത് അപകടകരമായ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക്
തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് തീർച്ചയായും സാധിക്കുന്നതാണ്. അതുപോലെ സരസ്വതി ദേവിയെ ഉത്രട്ടാതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ നന്നായി ഭജിക്കുക. സരസ്വതിയെ പൊതുവേ നമ്മൾ വിദ്യയുടെ ദേവതയായിട്ട് കണക്കാക്കുന്നു. പക്ഷേ ജീവിക്കാനുള്ളൊരു വിദ്യ കൂടി ദേവി പകർന്നു നൽകുമെന്നുള്ളത് അധികം ആർക്കും അറിയത്തില്ല. അത് മാന്ത്രികത്തിൽ പറയപ്പെടുന്ന വളരെ രഹസ്യാത്മകമായ ഒരു തത്വമാണ്. സരസ്വതിയെ നന്നായി ഭജിക്കുക. സരസ്വതിയുടെ കടാക്ഷം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സരസ്വതിയുടെ ധ്യാന ശ്ലോകങ്ങൾ അറിയാമെന്നുള്ള ധ്യാന ശ്ലോകം, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പരിചിതമായതാണ് ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവതു മേ സ്വതഃ എന്നുള്ള ധ്യാനമന്ത്രമോ, അല്ലെങ്കിൽ ഓം സരസ്വതി നമ എന്നുള്ള ദേവിയുടെ മൂലമന്ത്രമോ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം. ഇപ്പം നമ്മുടെ മൂകാംബികയുടെ മന്ത്രങ്ങളൊക്കെ മന്ദേതാന്ത് ഭഗവതി പരമേശ്വരി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ മന്ത്രങ്ങളുണ്ട്. ശ്യാമളാദണ്ഡകമുണ്ട് കാളിദാസൻ വിരചിതമായിട്ടുള്ള. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിച്ച് മുമ്പോട്ട് പോകാം. അതുകൂടി പാലിച്ച് പോയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണകരമായ ഒരു മാറ്റം ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷത്തിലുണ്ടാകും. ഇതിനോടൊപ്പം മാസത്തിൽ ഒരു തവണയെങ്കിലും മഹാഗണപതിക്ക് 7 തേങ്ങ അടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ഭഗവാന് കർഗമാലയോ മുക്കുറ്റിമാലയോ കൂടി കൊടുത്ത് നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. സർവ്വ ഐശ്വര്യങ്ങളും ഈ വിഷുവർഷക്കാലത്തിൽ പൂരുട്ടാതി നക്ഷത്ര ജാതർക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.